He should have invited. He should have been invited. ഇവ തമ്മിലുള്ള വ്യത്യാസം കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഈ സെന്റൻസ് വായിക്കാം. He should have invited. അവൻ ക്ഷണിക്കണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. He should have invited his friends last week. കഴിഞ്ഞ ആഴ്ച അവൻ അവന്റെ ഫ്രണ്ട്സിനെ ക്ഷണിക്കണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഇത് പാസ്റ്റ് ഫോം ആണ്. ഷുഡിന് ശേഷം ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. He should have invited his friends last week. സബ്ജക്റ്റ് നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. You should have invited your friends last week. കഴിഞ്ഞ ആഴ്ച നീ നിന്റെ ഫ്രണ്ട്സിനെ ക്ഷണിക്കണമായിരുന്നു. He should have invited എന്നത് ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണെങ്കിൽ he should have been invited എന്നത് പാസീവ് വോയിസ് സെന്റൻസ് ആണ്. ഇതിന്റെ അർത്ഥം അവനെ ക്ഷണിക്കണമായിരുന്നു എന്നാണ്. അവൻ ക്ഷണിക്കണമായിരുന്നു എന്നല്ല, അവനെ ക്ഷണിക്കണമായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. He should have been invited yesterday. അവനെ ഇന്നലെ ക്ഷണിക്കണമായിരുന്നു. ഇതും പാസ്റ്റ് സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് തേർഡ് ഫോം. ഷുഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ പാസീവ് വോയിസ് സെന്റൻസും ആക്റ്റീവ് വോയിസ് സെന്റൻസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബീൻ എന്ന വാക്ക് എക്സ്ട്രാ വരുന്നു എന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല. സെന്റൻസിന്റെ മീനിങ്ങിൽ വളരെ വ്യത്യാസമുണ്ട്. He should have invited. അവൻ ക്ഷണിക്കണമായിരുന്നു. He should have been invited. അവനെ ക്ഷണിക്കണമായിരുന്നു. ബീൻ കാണുന്ന എല്ലാ സെന്റൻസും പാസീവ് വോയിസ് സെന്റൻസുകളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അഡ്ജക്റ്റീവ്സ് നൗൺസ് ഉപയോഗിക്കുന്ന സമയത്തും നമ്മൾ ബീൻ ആണ് ഉപയോഗിക്കുക. ഈ സെന്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും He should have been married last year. കഴിഞ്ഞ വർഷം അവൻ വിവാഹിതനാകണമായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. മാരീഡ് എന്ന വാക്ക് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. He should have been married last year. He should have been a teacher 3 years ago. ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബീൻ എന്ന വാക്കിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ ആണ്. അപ്പോൾ ബീനിന് ശേഷം വെർബിന്റെ തേർഡ് ഫോം വരുമ്പോൾ മാത്രമാണ് പാസീവ് വോയിസ് സെന്റൻസ് ആകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം സെന്റൻസുകൾ നെഗറ്റീവ് സെന്റൻസുകളായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. He shouldn't have been insulted this morning. He shouldn't have been insulted this morning. ഇന്ന് കാലത്ത് അവനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബീൻ എന്ന വാക്കിന് ശേഷം വെർബിന്റെ തേർഡ് ഫോം ആണ്. ഇതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. ഷുഡ് ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം പല സെന്റൻസുകളും നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം 600ഓളം ടൈപ്പ് സെന്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഷുഡിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുന്ന ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വളരെ വേഗത്തിൽ ലാംഗ്വേജ് ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസത്തെ സൗജന്യ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി. കൂടാതെ മോർണിംഗ് ഈവനിംഗ് ബാച്ചുകളും ലഭ്യമാണ്. ഓൺലൈൻ ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഫുൾ ലെങ്ത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നമ്മൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കേണ്ടതാണ്. ഷുഡിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വീഡിയോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.